വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്നലെ പാസ്സായി. പക്ഷേ ഇനി അത് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എല്ലാവരും പറയും ഭരണഘടനയാണ് ഏറ്റവും പ്രധാനം. ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊന്നുമില്ല. ഭരണഘടന പരമാധികാരം നൽകുന്നു. ഭരണഘടന നൽകുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം നൽകുന്നു. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള സ്വാതന്ത്ര്യം, അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലികാവകാശമായിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തിനുള്ള അവകാശം എടുത്തു കളഞ്ഞു. എന്നാൽ പോലും ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2-3 മാസം മുമ്പ് തന്നെ സുപ്രീം കോടതി സ്വത്തവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭരണഘടനയുടെ അനുച്ഛേദം 300 പ്രകാരം ഉള്ള വ്യവസ്ഥ അനുസരിച്ചാണ് ഇപ്പോൾ നമുക്കൊക്കെ സ്വത്തുള്ളത്. അതായത് മൗലികാവകാശം എന്ന നിലയിൽ സ്വത്തിനുള്ള അവകാശം ഇന്ദിരാഗാന്ധി ഭരണഘടന ഭേദഗതി ചെയ്തെടുത്തു കളഞ്ഞു. പക്ഷേ ഇപ്പോഴും നമുക്ക് സ്വത്തുണ്ടാവുന്നത് ആർട്ടിക്കിൾ 300 പറയുന്ന വ്യവസ്ഥ പ്രകാരമാണ്. അതായത് ഒരാൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ, അത് നിയമാനുസൃതമല്ലാത്ത മാർഗങ്ങളിലൂടെ എടുത്തു കളയാൻ പാടില്ല. അതായത് എൻ്റെയോ ബബിതയോ പ്രോപ്പർട്ടി സ്റ്റേറ്റിന്, സർക്കാരിന് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുക്കുന്നത് നിയമാനുസൃതമായിരിക്കണം. അതാണ് ആർട്ടിക്കിൾ 300 പറയുന്നത്. അല്ലാതെ സർക്കാരിന് ഒരു ദിവസം രാവിലെ വന്നിട്ട് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വത്തെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് അനുച്ഛേദം 300 പറയുന്നുണ്ട്. ആ 300 പറയുന്ന വ്യവസ്ഥ പ്രകാരമാണ് ഇപ്പോൾ നമുക്ക് സ്വത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. പക്ഷെ അതുപോലും ഇല്ലാതാക്കുന്നു വഖഫ് നിയമം. 95-ൽ UPA സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം ഭരണഘടന പറയുന്ന ആർട്ടിക്കിൾ 300 പ്രകാരമുള്ള അവകാശം എടുത്തു കളയുന്നു. അതാണ് വഖഫ് നിയമത്തിൽ ഉണ്ടായിരുന്ന, ഇന്നത്തോടുകൂടി ഇല്ലാതാവുന്ന, ഇന്നലെ പാർലമെൻറ്റ് ലോക്സഭ പാസ്സാക്കി, ഇന്ന് രാജ്യസഭയും കൂടെ പാസ്സാക്കുന്നതോടുകൂടി അതിലെ ഒരാൾക്ക് ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 300 പ്രകാരമുള്ള സംരക്ഷണം പോലും എടുത്തു കളയാൻ വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് പ്രകാരം കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 40-ാം വകുപ്പ് ഭരണഘടനയ്ക്കും മുകളിലായിരുന്നു. ഭരണഘടനയ്ക്ക് മുകളിൽ ഒരധികാരം ഒരു മതവുമായി ബന്ധപ്പെട്ട് നൽകുന്നത് നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ വഖഫ് എന്ന് പറയുന്ന ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിൽ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 എന്ന് പറയുന്നത് ശരീഅത്ത് നിയമമാണ്. ഭരണഘടനയ്ക്ക് മുകളിലാവുന്നു ശരീഅത്ത്. അതങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം. ഈ സെക്ഷൻ 40 ആർട്ടിക്കിൾ വകുപ്പ് 40 വഖഫ് നിയമത്തിലെ 95-ൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തിലെ വകുപ്പ് 40-നെ കുറിച്ച് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബബിത ഓർക്കുന്നില്ലേ? നമ്മൾ ABC ആണ് ഈ വഖഫ് വിഷയം ആദ്യമായി മലയാളികളുടെ മുന്നിൽ 1.5 വർഷം മുമ്പ് ചർച്ചയ്ക്ക് വെച്ചത്. അന്ന് ആർക്കും മനസ്സിലായില്ല. നമ്മുടെ വ്യൂവർഷിപ്പ് കണ്ട് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാവും, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഇത് മതേതര രാജ്യമല്ലേ, ഇവിടെ ഭരണഘടനയില്ലേ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇന്നലെ എടുത്തു നോക്കി. ഒരു 1.5 വർഷത്തിനപ്പുറം നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴെ വന്നിട്ട് വെറുതെ മണ്ടത്തരം പറയരുതേ, ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇവിടെ കോടതിയില്ലേ, വെറുതെ ABC ഇങ്ങനെ രാവിലെ വന്നു മുസ്ലിം വിരുദ്ധത പറയുകയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ അതിൻ്റെ താഴെ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ അന്നൊന്നും ആർക്കും അറിയില്ല. അതിനുശേഷം നമ്മൾ ഏതാണ്ട് 50ഓളം വീഡിയോകൾ നമ്മൾ ചെയ്തു. കേരളീയ സമൂഹത്തെ വഖഫ് എന്താണ്, വഖഫ് നിയമത്തിൻ്റെ ഭീകരതകൾ എന്താണെന്ന് എഡ്യൂക്കേറ്റ് ചെയ്തതിൽ നിശ്ചയമായും ABCക്ക് വലിയ പങ്കുണ്ട്. നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇത്രയും ഈ വിഷയം സജീവമാക്കി ഇതിൻ്റെ ഭീകരാവസ്ഥകൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ടുന്ന മാധ്യമങ്ങളെല്ലാം മാറി നിന്നപ്പോൾ നമ്മളാണ്, ABC മലയാളമാണ് ഇത് നിരന്തരം ഒരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ബില്ല് പാസ്സാവുന്നത് നമ്മളെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ് 40-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ബബിതയുടെ പ്രോപ്പർട്ടി, ബബിതയ്ക്ക് ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്. വഖഫ് ബോർഡ് അങ്ങ് തോന്നുകയാണ്. സെക്ഷൻ 40 പറയുന്നറിയാം, വഖഫ് ബോർഡ് ഈഫ് വഖഫ് സീംസ് എന്ന് പറഞ്ഞാൽ തോന്നുകയാണ്, വഖഫിന് തോന്നുകയാണ് ബബിതയുടെ പ്രോപ്പർട്ടി വഖഫിൻ്റെ ആണെന്ന് തോന്നിയാൽ വഖഫിൻ്റെ ആയി. പിന്നെ അത് വഖഫിന്റെ അല്ല ബബിതയുടെ ആണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്നറിയോ? ബബിതയ്ക്കാണ്. അപ്പൊ ഇന്ത്യയിലെ ഏത് പ്രോപ്പർട്ടിയും വഖഫിന് വകുപ്പ് 40 പ്രകാരം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടാം. അവകാശപ്പെട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ അത് വഖഫിന്റെ ആവും. എന്നിട്ട് നമുക്ക് എവിക്ഷൻ, ഒഴിപ്പിക്കൽ നോട്ടീസ് തരാം. നോക്കൂ, ഇങ്ങനെ ഒരു കിരാതമായ നിയമം കേട്ടോ. ഒരു മതനിയമത്തിന്, ഒരു മതത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിന് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും പാഴ്സികളും ഒക്കെ അടങ്ങുന്ന വലിയ നാനാജാതി മതസ്ഥരുള്ള ഒരു സമൂഹത്തിൽ മുസ്ലിമുകൾക്ക് വേണ്ടിയുള്ള വഖഫ് നിയമത്തിന് ആരുടെ സ്വത്തും അവകാശപ്പെടാം എന്നു പറയുന്ന കിരാതമായ ഡ്രാക്കോണിയൻ ആയിട്ടുള്ള
ഒരു നിയമമാണ് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചത്. ഇന്നലെ കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞു, ആ പ്രസംഗം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന വഖഫിന്റെ ഭൂമിയിലാണെന്നാണ് പറയുന്നത്. ഡൽഹി വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി ഇരിക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ് എന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ 70% വഖഫിൻ്റെതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ അവകാശപ്പെടുകയും ഏത് ഭൂമിയും ഞങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡിന് അവകാശം ഉന്നയിച്ചാൽ അവരുടേതായി മാറും എന്ന നിയമം കൂടി ഉള്ളപ്പോൾ ഇന്ത്യയിലെ എല്ലാ വഖഫ് ബോർഡുകളും തീരുമാനിച്ചിട്ട് ഈ സംസ്ഥാനം മുഴുവൻ ഞങ്ങളുടെയാണെന്ന് തീരുമാനിച്ചാൽ രാജ്യം മുഴുവൻ എന്തായി മാറി? ഇസ്ലാമിക രാജ്യമായി മാറും. ശരീഅത്ത് നിയമം നടപ്പാകും. ഈ വ്യവസ്ഥയാണ് ഈ നിയമത്തിലെ ഏറ്റവും അപകടകരമായ സംഗതി. അത് ഇന്നലത്തെ നിയമ ഭേദഗതിയിലൂടെ അതില്ലാണ്ടായിരിക്കുന്നു. അതായത് വഖഫ് ബോർഡിന് അൺലിമിറ്റഡ് ആയിട്ട് അനിയന്ത്രിതമായി ഭരണഘടനയ്ക്ക് മുകളിൽ ഒരാളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള വ്യവസ്ഥ ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഇപ്പം മുനമ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മൂന ഒടിഞ്ഞിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ നമ്മൾ പറയുന്നില്ലേ, ചിലർ പറയും ഈ വഖഫിന് അങ്ങനെ അധികാരം ഉണ്ടെങ്കിൽ എന്ത് കോടതിയില്ലേ, കോടതി പൊക്കൂടെ എന്ന് പറയും. പെട്ടെന്ന് നമുക്ക് തോന്നും ശരിയാണല്ലോ, കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, അങ്ങനെ കേസ് നടത്താം. ഒരു പ്രോപ്പർട്ടി സിവിൽ തർക്കത്തിലുള്ള കേസ് തീരാൻ എത്ര കാലം എടുക്കും? മുനമ്പംകാർ എത്ര വർഷമായിട്ട് അനുഭവിക്കുക? ഇനി അങ്ങനെ അധികാരം ഉണ്ടെങ്കിൽ തന്നെ അധികാരം ഇല്ല. അതാണ് വഖഫ് എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരെ വഖഫ് ബോർഡ് ഇപ്പോൾ ബബിതയുടെ പ്രോപ്പർട്ടി വഖഫാണെന്ന് പ്രഖ്യാപിച്ചു. ബബിതയ്ക്ക് അത് ചോദ്യം ചെയ്ത് കോടതി പോകാൻ പറ്റില്ല. ബബിത പിന്നെ പോകേണ്ടത് വഖഫ് ട്രിബ്യൂണലിലായിരിക്കണം. വഖഫ് ട്രിബ്യൂണലിൽ ഒന്നെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജി ഉണ്ടാവും, ഒരു ഇസ്ലാമിക മതപണ്ഡിതനുണ്ടാവും. അവരെഴുതാണ് തീരുമാനിക്കുക. അപ്പോൾ ആരായിരിക്കും അവർ? സ്വാഭാവികമായും അവർ തീരുമാനിക്കുന്നത് എന്തായിരിക്കും? വഖഫിന് അനുകൂലമായിട്ട് തീരുമാനിക്കുന്നു, വഖഫ് എടുത്ത് ശരിയാണെന്ന് പറയും. ഇനി മാത്രമല്ല, വഖഫ് ട്രിബ്യൂണലിലേക്ക് നമുക്കിപ്പോൾ വഖഫ് ഒരാളുടെ സ്വത്ത് ഏറ്റെടുത്തു, അതിന് നമുക്ക് നേരിട്ട് വേറെ ഒരു കോടതിയിലും പോകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് ഏത് വ്യവസ്ഥ പ്രകാരം ഏത് സിവിൽ കേസാവട്ടെ അല്ലെങ്കിൽ ക്രിമിനൽ കേസാവട്ടെ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് കോടതികളെ സമീപിക്കാം, അപ്പീൽ കൊടുക്കാം. വഖഫ് ട്രിബ്യൂണലോ അല്ലെങ്കിൽ വഖഫ് ബോർഡോ നമ്മുടെ സ്വത്ത് ഏറ്റെടുത്താൽ നമുക്ക് ഹൈക്കോടതിയിൽ സമീപിക്കാൻ പറ്റില്ല, അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. അപ്പീലിന് വ്യവസ്ഥയില്ല. അപ്പം പിന്നെ ആകെയുള്ള റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. റിവ്യൂ പെറ്റീഷനും പുനഃപരിശോധനാ ഹർജി എന്ന റിവ്യൂ പെറ്റീഷനുകളൊക്കെ അനുവദിക്കുന്നത് 99% റിവ്യൂ പെറ്റീഷനുകൾ കോടതികൾ പരിഗണിക്കാറില്ല. അതാണ് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള സിസ്റ്റം. ഒരു എറർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലാതെ ഡീപ്ലി പോയിട്ട് അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ ക്യാരക്ടറും ഒക്കെ പരിശോധിക്കുന്ന ഒരു രീതി റിവ്യൂ പെറ്റീഷനുകളിൽ പൊതുവിലുണ്ടാവാറില്ല. അപ്പോൾ വേണ്ടത് എന്താണ്? നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഒരു കോടതിയുടെ തീർപ്പിൽ നമുക്ക് പരാതിയോ ആക്ഷേപമോ സങ്കടമോ ഉണ്ടെങ്കിൽ അത് നിവർത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കാനുള്ള അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഭരണഘടന തരുന്ന നമ്മൾക്കുള്ള മൗലിക അവകാശങ്ങളുടെ വീണ്ടും ലംഘനമാണ്. അപ്പൊ 40-ാം വകുപ്പ് പ്രകാരം ഭരണഘടന പറയുന്ന സ്വത്തവകാശം ആർട്ടിക്കിൾ 300 പ്രകാരമുള്ള സ്വത്തവകാശം എടുത്തു കളയുന്നു. പിന്നെ അപ്പീൽ കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്. ഒരു തീരുമാനം തെറ്റാണ്, അതിനെതിരെ ഉപരിക്കോടതിയിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ജീവിക്കും. ഇപ്പൊ എന്റെ ഒരു ജില്ലാ കോടതി വധശിക്ഷ വിധിച്ചു, ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുകയാണ്, നിയമം എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ഒരു ജില്ലാ കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഒരപ്പീലും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തൂങ്ങിക്കിടന്ന് ആടിയേ പറ്റുള്ളൂ അല്ലേ എന്ന് പറയുന്നത് പോലെ വഖഫ് ട്രിബ്യൂണലോ വഖഫോ തീരുമാനിച്ചു കഴിഞ്ഞാൽ നോ അപ്പീൽ എന്ന് പറഞ്ഞാൽ അതൊരു കിരാതമായ നിയമമല്ലേ. ഇനി മറ്റൊന്നുണ്ട്, അതിലൊക്കെ ഉപരി മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ വഖഫ് ബൈ യൂസ് എന്ന് പറഞ്ഞ സാധനം, അതായത് വഖഫ് നിയമപ്രകാരം ഒരു സ്ഥലം മുസ്ലിം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അല്ല. അപ്പോൾ ബബിതയുടെ ഒരു 15 ഏക്കർ സ്ഥലം, 15 ഏക്കറെ ഒരാൾക്ക് നമുക്ക് വ്യക്തികൾക്ക് കൈവശം വെക്കാൻ പറ്റുള്ളൂ ഭൂപരിഷ്കരണം വന്നതിന് ശേഷം. 15 ഏക്കർ സ്ഥലം തരിശായി കിടക്കുകയാണ്. അവിടെ സ്ഥിരമായിട്ട് വന്ന് എല്ലാ വർഷവും ഈദ് നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ റംസാൻ മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ മുസ്ലിങ്ങൾ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ബബിത പറഞ്ഞു വെറുതെ കിടക്കില്ല, നിങ്ങൾ എല്ലാ വർഷവും അവിടെ ഒന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുക ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ പോയി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ വീട് നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു, ഒരു മുസ്ലിമിന് വാടകയ്ക്ക് കൊടുത്തു, അയാൾ അവിടെ ഇരുന്ന് നിരന്തരം എല്ലാ ദിവസവും ഞാൻ അവിടെ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ, ഞാൻ മതപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞിട്ട് അയാൾ പറയാം ഞാനിത് വഖഫ് ചെയ്തിരിക്കുന്നു, വഖഫിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പോയി. ആ നിയമവും ഇപ്പം റദ്ദാക്കുകയാണ്.
അതായത് ആ നിയമത്തിലെ ആ വ്യവസ്ഥയും വഖഫ് ബൈ യൂസ് എന്നുള്ളത്, അതായത് ഇതുവരെ തർക്കത്തിലില്ലാത്തതും സർക്കാർ ഭൂമി അല്ലാത്തതുമായ ഭൂമികളെ സംബന്ധിച്ച് ഇനി ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങനെ ഭേദഗതിയുണ്ട്. അങ്ങനെ പൊതുവിൽ ഈ നിയമം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വഖഫ് എന്ന് പറയുന്ന കരാളമായ നിയമത്തിൻ്റെ പിടിയിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് വേറൊരു ചതി 95 നിയമത്തിൽ കൊണ്ടുവന്നു. അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ അയാളുടെ ഭൂമി മതപരമായ ആവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് അള്ളാഹുവിന് ദാനം ചെയ്യുന്ന പ്രക്രിയയാണ് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിന് അങ്ങനെ വഖഫ് ദാനം ചെയ്ത് അള്ളാഹ്ക്ക് വേണ്ടി ഈ കിട്ടുന്ന ഈ ഭൂമി, ഈ പ്രോപ്പർട്ടി, ഈ സ്വത്തുവകകൾ നോക്കി നടത്താൻ വഖഫ് ബോർഡ്, ഇതാണ് വ്യവസ്ഥ. പക്ഷേ 95 കോൺഗ്രസ് സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. മുസ്ലിമല്ല ആർക്കും വേണമെങ്കിൽ വഖഫ് ചെയ്യാമെന്ന്. ഇപ്പം ബബിതയ്ക്കും അല്ലെങ്കിൽ തോമാച്ചനും ഒക്കെ എന്തിനാ വഖഫ് ചെയ്യുന്നത്? വഖഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ അതിനകത്തൊരു കെണി ഉണ്ടായിരുന്നു. അതായത് ആ കെണി വെച്ചിരിക്കുന്നത് മുസ്ലിമുകൾക്ക് ആരുടെ സ്വത്തിലും അവകാശം ഉന്നയിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഈ നോൺ മുസ്ലിമിന് അമുസ്ലിമുകൾക്ക് വഖഫ് ചെയ്യാമെന്നുള്ള ഭേദഗതിയിലൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചു. അതായത് ഇപ്പോൾ ബബിതയുടെ സ്വത്ത് അപ്പുറത്ത് വന്നിട്ട് ഒരാൾ വഖഫ് പറയാണ്, ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടി വഖഫിൻ്റെയാണ്. എന്താ വകുപ്പ്? അത് ബബിതയുടെ അച്ഛൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇത് വഖഫിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുലൈമാനും റാവുത്തരും സാക്ഷിയാണ്. സുലൈമാനും റാവുത്തരും വന്നിട്ട് പറയാണ്, ബബിതയുടെ അച്ഛൻ്റെ അച്ഛൻ അത് വഖഫിന് കൊടുക്കുന്നതായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബബിതയുടെ പ്രോപ്പർട്ടി പോയി. അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ പറഞ്ഞ നിയമവകുപ്പുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് കൊണ്ടുവന്ന കെണിയായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോഴത്തെ നിയമ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നു, ഒരാൾ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാം ആയിരിക്കണം. അപ്പം അതിന് ഒരാൾ 5 വർഷമെങ്കിലും മുസ്ലിമായിട്ട് ജീവിച്ചു എന്നതിന് തെളിയിക്കണമെങ്കിൽ അയാൾ മോസ്കിൽ പോകുന്നതായിട്ട് കാണണം, മുസ്ലിം ചടങ്ങുകളിൽ പോയിട്ടുള്ള ആൾ കാണണം, അല്ലെങ്കിൽ പട്ടാമ്പി പോയി പൊന്നാനി പോയി മുറിച്ചതായിട്ട് കാണണം. സുന്നത്ത്, ഞാൻ അശ്ലീലം പറഞ്ഞതല്ല. ഒരാൾ മുസ്ലിം ആവുന്ന എങ്ങനെയാണ്? സുന്നത്ത് ചെയ്യണം, അല്ലേ? സുന്നത്ത് ചെയ്യണം, ഇസ്ലാമിക ജീവിതചര്യ ഉണ്ടാവണം, മോസ്കുകളിൽ പോയിട്ടുണ്ടാവണം. ഇതെല്ലാം 5 വർഷം കൊണ്ട് നടത്തിയിരിക്കണം. അതില്ലാതെ എങ്ങനെ മരിക്കും മുമ്പ് പറഞ്ഞിരുന്നു ഞങ്ങൾ സാക്ഷിയാണെന്ന് 2 പേരെ കൊണ്ടുവന്ന്, 2 തൊപ്പിക്കാരെ 2 താടിക്കാരെ കൊണ്ടുവന്നാൽ ഇനി വഖഫായിട്ട് എടുക്കാൻ പറ്റൂല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്ന, ഭരണഘടനയുടെ മഹത്വം ഉറപ്പാക്കുന്ന, ഭരണഘടനയാണ് എല്ലാത്തിനും മുകളിൽ നിന്ന് സ്ഥാപിക്കുന്ന വളഞ്ഞ വഴിയിലൂടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ്, കോൺഗ്രസിൻ്റെ ഗൂഢപദ്ധതിയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രാജ്യത്ത് ഇനി സമാധാനത്തോടെ ജീവിക്കാം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിർഭയമായി അവൻ്റെ വീടിനുള്ളിൽ, രാജ്യത്തെ ജനങ്ങൾക്കെന്നല്ല, രാജ്യത്ത് മുസ്ലിമുകളല്ലാത്ത ആളുകൾക്ക് നിർഭയമായി അവരുടെ വീടുകളിൽ കിടന്നുറങ്ങാനുള്ള സാഹചര്യമാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വഖഫിൻ്റെ ഭേദഗതി ഇതൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നമ്മൾ വിശദീകരിച്ചു എന്ന് തോന്നുന്നു. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് നന്നായി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും നരേന്ദ്രമോദി സർക്കാർ CAA ശേഷം, മുത്തലാഖ് നിരോധനത്തിന് ശേഷം ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയ UCC യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മുഴുവൻ നടപ്പാക്കാൻ പോവുക. അതിനുശേഷം അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ ഇമിഗ്രേഷൻ നിയമം നടപ്പാക്കി. അതിൻ്റെ തുടർച്ചയെന്നോണം പറഞ്ഞ വാക്ക് പാലിച്ച് വഖഫ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു. പറഞ്ഞത് ചെയ്യുന്ന സർക്കാരാണ് മോദിയും തെളിയിച്ചിരുന്നു. മൂന്നാമത്തെ മോദി സർക്കാർ വല്ലാതെ ദുർബലമാണ്, TDPയും JDUവും ഇല്ലെങ്കിൽ മോദിക്കൊന്നും നടക്കില്ല എന്ന് പറഞ്ഞതും പൊളിഞ്ഞിരിക്കുന്നു. ഈ സർക്കാർ മുൻ സർക്കാർ പോലെ തന്നെ കരുത്തുറ്റ സർക്കാരാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ആ വാക്ക് പാലിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.